നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, ദിവസവും 1000 സ്വലാത്ത് പതിവാക്കുന്ന എല്ലാ മുഹബ്ബീങ്ങൾക്കും അടുത്ത സ്വലാത്തിൻ്റെ ഒരു വോയിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്, നമ്മൾ ഏതൊരു അമൽ ചെയ്യുമ്പോഴും നമുക്ക് നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്തുണ്ടെങ്കിലാണ് അത് സ്വീകാര്യമാകുള്ളൂ. ഇപ്പോൾ ഒളു എടുക്കണമെങ്കിലും നമുക്ക് നിയ്യത്ത് വേണം, നിസ്കരിക്കണമെങ്കിൽ നിയ്യത്ത് വേണം. എല്ലാ കാര്യത്തിലും നിയ്യത്ത് വളരെ പ്രാധാന്യമാണല്ലോ. ഇപ്പോൾ നോമ്പെടുത്തിട്ട് ഒരാൾ ഈബത്ത് നമീമത്ത് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയണ ആ നോമ്പ് ബാത്തിലാവുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അതിന് നിയ്യത്തിൻ്റെ ആവശ്യമില്ല. അത് നിയ്യത്തില്ലെങ്കിലും അത് എങ്ങനെ ചൊല്ലിയാലും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കും. അതിനുള്ള പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ സ്വലാത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ നമ്മൾ ഒരു മുഫ്ലിസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം തുലഞ്ഞവർ എന്നാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ഈ മുഫ്ലിസ്? ഈ ഈബത്ത് നമീമത്തൊക്കെ പറഞ്ഞ് ധാരാളം നടക്കുന്നവരുണ്ടല്ലോ, അവരുടെ നന്മകളൊക്കെ എന്തു ചെയ്യും? അവരാർക്കാണോ പറഞ്ഞത് അവരിലേക്കത് കൊടുക്കപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ പരലോകത്ത് പരാജയപ്പെട്ടു പോകും. അവസാനം അവരുടെ കയ്യിലൊന്നുമില്ലാതെ വരും. അവർ ചെയ്തതൊക്കെ ആരെയാണോ കുറ്റം പറഞ്ഞത് അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും അവർ ചൊല്ലിയ സ്വലാത്ത് ഒരിക്കലും അവരിൽ നിന്ന് നഷ്ടമാകില്ല. ആ സ്വലാത്ത് ഒരിക്കലും ഒരാൾക്കും നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഒരിക്കലും കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമുക്കൊക്കെ ഓരോ കാരണങ്ങൾ വേണം. കാരണം ഉണ്ടെങ്കിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചൊല്ലാൻ തുടങ്ങുകയുള്ളൂ. ഒരു കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ചെല്ലാനൊരു ഓർമ്മപ്പെടുത്തലായിട്ടുണ്ടാവുള്ളൂ. ആ ചെല്ലാനൊരു കാരണമാണ് നമ്മുടെ കയ്യിൽ കൗണ്ടർ. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ആകാൻ, അതിൽ നിന്നൊരു മോചനം കിട്ടാൻ നമ്മൾ സ്വലാത്ത് നേർച്ചയാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്ര ലക്ഷം സ്വലാത്തുകൾ ചെല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ കാരണങ്ങൾ കിട്ടുമ്പോൾ മാത്രം നമ്മൾ സ്വലാത്തിലേക്ക് തേടി വരാറുണ്ട്. അങ്ങനെ മാത്രമാകാതെ നമ്മൾ സ്വലാത്ത് നിത്യവും പതിവാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഒരു മഴയുണ്ടെങ്കിൽ മാത്രം കുട കൊണ്ട് നടക്കുക എന്നുള്ളത്, കുട എപ്പോഴും കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മഴയുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളതല്ലല്ലോ. മറിച്ച് മഴയത്തും അത് വെയിലുണ്ടെങ്കിലും വെയിലിലും എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക, കുട പിടിക്കാമല്ലോ. എന്നതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, സലാത്ത് ചൊല്ലുക, സലാത്തിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ ആ സലാത്ത് നിങ്ങൾ ആ പ്രശ്നത്തോട് ചെല്ലുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദുഃഖമില്ലാത്ത സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ ആ ഒരു സലാത്ത് കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധിക്കും. അതുകൊണ്ട് 1000 സ്വലാത്ത് ദിവസവും പതിവാക്കുക. ആ ശരീരം നരകം തൊടൂല്ല, ആ സ്വർഗത്തിൽ ഇരിപ്പിടം കണ്ടേ മരണപ്പെടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ചൊല്ലാൻ തുടങ്ങാത്തവർ ആരംഭിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.